ഒരു നഗരത്തിലെ വലിയൊരു കൂട്ടം ജനങ്ങൾക്ക് വളരെ വിചിത്രമായൊരു രോഗം പടർന്നു പിടിച്ച ഒരു കഥയാണ് ഇനി പറയാൻ പോകുന്നത്. 1518 ജൂലൈ മാസത്തിലെ ഒരു ദിനം ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് നഗരത്തിലെ ഒരു തെരുവിലൂടെ ഒരു സ്ത്രീ നടന്നു വരുന്നു. ഫ്രോട്രോഫിയ എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. നടത്തത്തിനിടയിൽ എപ്പോഴോ അവർ പതുക്കെ നൃത്തം ചെയ്യാൻ തുടങ്ങി. നഗരമധ്യത്തിൽ നൃത്തം ചെയ്യുന്ന അവരെ അവിടെ ഉണ്ടായിരുന്നവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവർ അത് കാര്യമാക്കാതെ നൃത്തം തുടർന്നുകൊണ്ടേയിരുന്നു. അവർക്ക് നൃത്തം നിർത്തുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു നൃത്തരോഗം ബാധിച്ചതുപോലെ അവർ ഡാൻസ് തുടർന്നുകൊണ്ടിരുന്നത് 1-2 മണിക്കൂറുകളല്ല, ഒരാഴ്ച അവർ തുടർച്ചയായി നൃത്തം ചെയ്തു. തുടർന്ന് 35ഓളം ആളുകൾക്ക് ഇതേ രോഗം ബാധിച്ചു. അവരും നിർത്താതെ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നു. ഓഗസ്റ്റ് മാസമായപ്പോഴേക്കും 400ഓളം ആളുകളിലേക്ക് ഇത് പടർന്നു. തുടർച്ചയായുള്ള നൃത്തം മൂലം അവരിൽ പലരും ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വന്ന് മരിക്കാൻ തുടങ്ങി. ഇതിൻ്റെ കാരണം എന്താണെന്നോ ഇത് എങ്ങനെ പരിഹരിക്കണമെന്നോ ആർക്കും ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. ദൈവം കൊടുക്കുന്ന ശിക്ഷയാണിതെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. അതല്ല, മാനസിക സമ്മർദ്ദം കൂടിയതുകൊണ്ട് ചിലർക്ക് സംഭവിക്കുന്ന മാസ് ഹിസ്റ്റീരിയ ആണിതെന്ന് മറ്റു ചിലർ പറഞ്ഞു. എന്തായാലും യഥാർത്ഥ കാരണം അപ്പോഴും അജ്ഞാതമായിരുന്നു. ഒടുവിൽ അവിടെയുള്ള ഭരണകൂടം ഈ വിഷയത്തിൽ ഇടപെട്ടു. അന്നുണ്ടായിരുന്ന വൈദ്യശാസ്ത്ര വിദഗ്ധരുടെ അഭിപ്രായം തേടി. അവർക്കും ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്ത് പരിചയമുണ്ടായിരുന്നില്ല. ഈ നൃത്തരോഗം ബാധിച്ചവരെയെല്ലാം ഒരു പ്രത്യേക ഹാളിൽ പാർപ്പിക്കാനും അവർക്ക് ആവശ്യമായ സംഗീതം വെച്ച് കൊടുക്കാനുമായിരുന്നു അവർ നിർദ്ദേശിച്ചത്. ക്രമേണ ഈ രോഗം കെട്ടടങ്ങുമെന്നായിരുന്നു അവർ കരുതിയത്. എന്നാൽ മറിച്ചാണ് സംഭവിച്ചത്. ഒടുവിൽ ഗവൺമെൻറ് ഒരു പൊതുസ്ഥലത്തുള്ള ഡാൻസ് നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കേണ്ടി വന്നു. എന്തായാലും ആ വർഷം സെപ്റ്റംബർ മാസത്തോടെ ഈ വിചിത്രമായ രോഗം കെട്ടടങ്ങി.